ഹലോ, നമസ്കാരം. ഹൃദയവയിലൂടെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളോടൊപ്പം RJ ലീനയാണ്. ഇന്നത്തെ ലോകത്തെ മനുഷ്യരോട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊന്ന് ലാഭം എന്നുള്ള വാക്ക് തന്നെയായിരിക്കും. കച്ചവടത്തിൽ മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും ഒക്കെ ലാഭം എന്ന ആ വാക്കിന് വല്ലാത്ത സ്ഥാനമുണ്ട്. പക്ഷെ ചില മനുഷ്യരൊക്കെ അങ്ങിങ്ങായുണ്ട് ഈ ലാഭത്തിന്റെ വില നോക്കാത്തവർ. ലോകം അവരെ മണ്ടന്മാരെന്നോ അല്ലെങ്കിൽ ജീവിക്കാൻ അറിയാത്തവരെന്നോ ഒക്കെ മുദ്രകുത്തിയാലും അവർക്കറിയാം തങ്ങളുടെ ഈ നഷ്ടങ്ങളൊക്കെ ഏത് ലാഭത്തിലേക്കാണ് തങ്ങളെ നയിക്കുന്നതെന്ന്. എല്ലാവരും നോക്കുന്ന ലാഭമല്ല, അതിലും അപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട്. ശരിക്കും അത്തരമൊരു മനോഹരമായ കഥയാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹൃദയവയിലൂടെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ബോബിയച്ചന്റെ പുസ്തകങ്ങളിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. കാരസ് റേഡിയോ, വോയിസ് ഫ്രം ഹാർട്ട്. ദ കപ്പ് എന്നൊരു ചലച്ചിത്രമുണ്ട്. ഫുട്ബോൾ കമ്പം തലയ്ക്ക് പിടിച്ച ഒരു ബുദ്ധവിഹാരത്തിലെ കുഞ്ഞുങ്ങളെ ആധാരമാക്കിയാണത്. ലോകകപ്പിന്റെ ഫൈനലാണ്. ഒരു TV സെറ്റ് അവർ വാടകയ്ക്കെടുക്കുന്നു. കയ്യിലുള്ള പണം തികയാഞ്ഞിട്ട് അവരിൽ ഒരാളുടെ വാച്ച് ഈട് വയ്ക്കേണ്ടതായി വന്നു. കളി നടക്കുമ്പോഴൊക്കെ വാച്ച് കൊടുക്കേണ്ടി വന്നവൻ ദുഃഖിതനാണെന്ന് എല്ലാത്തിനും ചരട് വലിക്കുന്ന കുറുമ്പൻ കുട്ടി ശ്രദ്ധിക്കുന്നു. ആ വാച്ച് വീണ്ടെടുക്കുവാൻ അവൻ തന്റെ കൈവശമുള്ള യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതിനേക്കാൾ പല മടങ്ങ് മൂല്യമുള്ളവയൊക്കെ പെറുക്കി പുറത്തേക്ക് ഓടിപ്പോകുമ്പോൾ ആശ്രമാധിപൻ എതിരെ നിൽപ്പുണ്ട്. അയാൾ അവനെ വാത്സല്യപൂർവ്വം ചേർത്ത് പിടിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: നിനക്ക് കണക്കറിയില്ല തീരെ, അതുകൊണ്ട് നീ ഒരു സന്യാസിയാകാനുള്ളയാൾ തന്നെ. നല്ലതുപോലെ കണക്കറിയാവുന്നവൻ ഇപ്പോൾ അതിന്റെ ഇടനാഴികളിൽ ഉണ്ടെന്നുള്ളതാണ് വർത്തമാനകാലത്തിന്റെ അപായങ്ങളിൽ ഒന്ന്. ചില ലാഭങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് അവകാശപ്പെട്ടവർ. എല്ലായിടത്തും എല്ലാ കാലങ്ങളിലും അങ്ങനെ ഒരു ചെറിയ ഗണം മനുഷ്യരുണ്ടായിരുന്നു. കൂലിക്കല്ലാതെ പണിയെടുക്കുന്നവരും കാഴ്ചക്കാരില്ലാതെ ചുവട് ചവിട്ടുന്നവരും. പിയാർത്തിയുമായി ബന്ധപ്പെട്ട് മൈക്കിൾ ആഞ്ചലോ അനുഭവിച്ചത് അതാണ്. കുറേയധികം കൂലിപ്പണിക്കാർ ചേർന്നാണ് സാമാന്യത്തിലേറെ ഭാരമുള്ള ആ വെൺകൽ ശില്പം ഒരു രാത്രിയിൽ ദേവാലയത്തിലെത്തിച്ചത്. ഞങ്ങളത് കണ്ടോട്ടെ. ശില്പം അനാവൃതമാക്കപ്പെട്ടു. മിഴി നിറഞ്ഞവർ ആ കല്ലിലെ കവിത കണ്ടു. പിന്നീടവരെ കൂലി കൊടുത്തുവിടാൻ ആഞ്ചലോ ആഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്കുള്ള പ്രതിഫലം ആകാശത്തിൽ നിന്ന് കിട്ടിക്കൊള്ളും. പിന്നെ അവർ നിലാവെളിച്ചത്തിലേക്ക് ഇറങ്ങിപ്പോയി. ജീവിതത്തിന്റെ ലാവണ്യശാസ്ത്രമായ സുവിശേഷത്തിൽ അതീവ ധ്യാനമുള്ള ഒരു വരിയുണ്ട്. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ഒരു കാരണവുമില്ലാതെ ഒരാൾക്ക് ധ്യാനിക്കാനും സ്നേഹിക്കാനും കഴിയുമ്പോൾ അയാളെ വിളിക്കേണ്ട വാക്കെന്ത്? ക്രിസ്തുവെന്നല്ലാതെ. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.